ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന എല്ലാവരോടും യാത്ര പറയുകയാണ്. പക്ഷേ നവ്യ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും കലഹം ഉണ്ടാക്കുന്ന ശ്രമത്തിൽ അതിനിടയിൽ ജലജയുടെ മനസ്സിലിരിപ്പം പുറത്തു വരികയാണ്. അപ്പോൾ ജലജ ഇങ്ങനെ പറയുകയാണ്, അയ്യോ മോളെ, നയന മോളെ, നീ സൂക്ഷിക്കണം കേട്ടോ. ദേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ ആരോഗ്യം കൂടി നീ ശ്രദ്ധിക്കണം, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ജലജയുടെ അടവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർക്കൊക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പോൾ മുത്തശ്ശി പറയാണ്, നിർത്തടി, നിന്റെ അഭ്യാസമൊക്കെ നിന്റെ കയ്യിലിരുന്നാൽ മതി, നിന്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊക്കെ അറിയാം. നയനമോളും ആദർശമോനൊക്കെ ഈ വീട്ടിൽ നിന്ന് പഠിക്ക് പുറത്തു പോയി അവർ വേറെ പോയി താമസിക്കണമെന്ന് നിൻ്റെയൊക്കെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കില്ല, അവൻ നല്ല വിജയിച്ച് തന്നെ വരും. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല എൻ്റെ അമ്മേ, അവർ വിജയിച്ച് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കണ്ടോ, നയനമോളും ആദർശമോനൊക്കെ നല്ല തലയെടുപ്പോടു കൂടി തന്നെ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ്. അപ്പം ജലജ പറഞ്ഞിട്ട് പിന്നീട് മനസ്സ് ചിന്തിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, അങ്ങനെയൊന്നും തിരിച്ചു വരലേന്ന്. അപ്പം നയന, ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നയന നേരെ പൂജാ റൂമിൽ കയറുക. പൂജാ റൂമിൽ കയറിയിട്ട് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഞാൻ ഇവിടെ നിന്ന് പോകാനുള്ള കാരണം ആദർശേട്ടൻ തന്നെയാണ്. ആദർശേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആകെ തളർന്നു പോയൊരവസ്ഥയും, അദ്ദേഹത്തിനാണെങ്കിൽ അസുഖമാണ്. അതുകൊണ്ട് ഞാൻ കൂടെ ഉള്ളതായിരിക്കും ആദർശേട്ടന് ഏറ്റവും വലിയ ബലം. എനിക്കും ഇവിടെ ഒരു മനസ്സമാധാനം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ തിരിച്ചു വരും ഭഗവാനെ എന്നൊക്കെ നയന മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ നയന പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ വീണ്ടും അവരുടെ അടുത്തേക്ക് വരികയാണ്. ഏതായാലും നിങ്ങളെല്ലാവരോടും കൂടി ഒന്നും കൂടി ഞാൻ യാത്ര ചോദിക്കുകയാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഉടനെ തന്നെ മടങ്ങി വരികയും ചെയ്യും. ആദർശേട്ടന് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുമെന്ന് നയന പറയുക. അപ്പോൾ നയന, ചേച്ചി ഞാൻ ഇറങ്ങട്ടെ. പക്ഷേ നവ്യയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം ഒരു ദുഷ്ടൻ്റെ കൂടെയാണ് നയന ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നവ്യയുടെ മനസ്സിൽ. നവ്യ സത്യങ്ങളോ അറിയത്തോടത്തോളം കാലം ഇങ്ങനെയൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ നയന ഇറങ്ങുമ്പോൾ ഈ ദേവയാനിയും പടിയിറങ്ങണം. അപ്പോൾ ദേവയാനോട് ചോദിക്കണം, അയ്യോ ഏട്ടത്തിയും പോവുകയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇല്ലടി ഞാൻ പോകുന്നൊന്നുമില്ല. ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴേക്കും നിനക്ക് ഭയങ്കര സന്തോഷം തോന്നിയോ? അല്ല, പിന്നെ നിന്നെ ഭരിക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ? നിനക്കപ്പം നിനക്ക് നിൻ്റെ മോനൊക്കെ വിലസി നടക്കാമല്ലോ, ഇതിനല്ലേ നീ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനെ ചോദിക്കണം. അയ്യോ എൻ്റെ പൊന്നെ ഏട്ടത്തി ഈ വീട്ടിൽ തന്നെ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഏട്ടത്തി ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരു ഗൃഹനാഥ ഇല്ലാത്തൊരവസ്ഥയായി പോവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജയുടെ ആ ഒരു ഭയങ്കര പെർഫോമൻസ് ആണ് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ നമ്മുടെ ദേവയാനി നേരെ കാറിനുള്ളിലേക്ക് കയറുകയാണ്. കാറിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് മോളെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ നയനയും പടിയിറങ്ങുന്ന സമയത്ത് നമ്മുടെ ചന്തുമോള് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടൊരു സങ്കടപ്പെട്ടൊരു വിളി. കാരണം കൊച്ചിന് നയന പോകുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. നയന തിരിച്ചോടി ചെന്നിട്ട് നമ്മുടെ ചന്തുമോളെ വാരിയെടുക്കുകയാണ്. മോളെ എന്നും പറഞ്ഞുകൊണ്ട് നെറ്റിയിലും കവളിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ്. അമ്മയ്ക്ക് പോകാതിരിക്കാനായിട്ട് കഴിയില്ല, മോളെയും കൂടി കൊണ്ടുപോകണം തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ മോളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്കത് സങ്കടമാവില്ലേ? പിന്നെ മിണ്ടാനും സംസാരിക്കാനും ഒക്കെ ആരാ ഉള്ളത്? അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലായിരുന്നു എൻ്റെ മോളോട്. എല്ലാവരും പറയുന്ന അനുസരിക്കണം, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ മോള് നല്ല രീതിയിൽ മുന്നോട്ട് പോകണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് സംസാരിക്കാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ മോളെ കൊച്ചിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മോളുടെ അടുത്ത് വന്നതിൽ പിന്നെ കൊച്ചിന് സ്വന്തം അമ്മയെ കാണണമെന്ന് പോലും ഒരു ആഗ്രഹമില്ല. അമ്മയെക്കുറിച്ച് കുഞ്ഞ് ചോദിക്കാറ് പോലുമില്ല. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ടാണ്? മോള് വന്നതിന് ശേഷം അത്രയ്ക്കും സ്നേഹവും ലാളനയും ഒക്കെ മോള് അവൾക്ക് കൊടുത്തിട്ടില്ലേ? അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മറ്റു ചിലവരെവിടെയൊക്കെ ഉണ്ട്, എന്ത് പറയാനാ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോകും. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറയാം. മോള് വാ, പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചന്തുമോളെ അവിടെ നിർത്തിയിട്ട് നയന നേരെ കാറിലേക്ക് കയറുകയാണ്. കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നയനക്ക് സങ്കടം തോന്നിയ കൊച്ചിൻ്റെ മുഖം തന്നെയാണ് നയനയുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറി വരുന്നത്. അപ്പോൾ ദേവേനിയാണെങ്കിലും മോളെ നീ സങ്കടപ്പെടല്ലേ, ഏതായാലും അധികം താമസിക്കാതെ നിങ്ങൾ തിരിച്ചു വരുമല്ലോ, എനിക്ക് അത്ര മാത്രം മതി. കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നീ ഇങ്ങോട്ട് വരണം മോളെ എന്നൊക്കെ പറയുകയാണ്. തീർച്ചയായിട്ടും അമ്മേ, കുഞ്ഞിനെ അവിടെ നിർത്തി പോകുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞിനെ നിർത്തിയിട്ട് ഞാൻ ആദർശേട്ടൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലും ആദർശേട്ടൻ എന്നെ വഴക്ക് പറയും. ആദർശേട്ടൻ പല പ്രാവശ്യം പറഞ്ഞത്
നയന നിന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞ് ചന്തുമോൾ ഒറ്റക്കായി പോകില്ലേ എന്നൊരൊറ്റ ചിന്തയോടുകൂടി തന്നെയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകാത്തത് എന്ന് ആദർശേട്ടനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെക്കാലം ഇപ്പോൾ ആദർശേട്ടൻ കൂടുതൽ സ്നേഹിക്കുന്നത് ചന്തുമോളെ തന്നെയാണ്. ആ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആദർശേട്ടന് സങ്കടം സഹിക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വല്ലാതെ ഇങ്ങനെ കരഞ്ഞൊരവസ്ഥ നിൽക്കുക. അപ്പോൾ ഈ നവ്യക്ക് ഒരു പണിയില്ല, എപ്പോഴും ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പം നവ്യ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറെ ഒരു പണിയില്ല നിങ്ങൾക്ക്? അവള് കൂടെ പോയിരിക്കുന്ന ആരാണ്? ഒരു ദുഷ്ടനായ ഒരുത്തൻ്റെ കൂടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ നവ്യ ഇനി മേലാൽ അങ്ങനെ പറഞ്ഞു പോകരുത്. ആദർശ് ഒരു ദുഷ്ടനോ അല്ല, അവൻ ചീത്തയോ അല്ല, അവൻ നല്ലവൻ തന്നെയാണ്. ഓ മുത്തശ്ശി, അല്ലെങ്കിലും മുത്തശ്ശി പുന്നാരപ്പെട്ട ആദർശ് മോൻ്റെ ഒപ്പം കൂടെയല്ലേ നിൽക്കോള്. അയാൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആബിക്കാണെങ്കിൽ ആരുടെയും പേരിൽ നിന്ന് സപ്പോർട്ടില്ല. എന്ത് ഒരു തെറ്റും ചെയ്തില്ലെന്നോ? നേരത്തെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളും വലിയൊരു തെറ്റല്ലേ ഇപ്പോൾ അയാൾ ചെയ്തത്? ആദർശ് എന്ന് പറഞ്ഞ അയാളെ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആദർശ് കല്യാണത്തിന് മുമ്പ് ഒരു പാവപ്പെട്ട പെണ്ണിനെ സ്നേഹിച്ച് വളച്ചെടുത്ത് ആ പെണ്ണിനെ വഞ്ചിച്ച് അവൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും അവളെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചു. അത് ചതിയിലൂടെ തന്നെ. എൻ്റെ അനിയത്തിയോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടോ? നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ദേ ആദ്യം സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമായിരുന്നു, ആനഘയെ കല്യാണം കഴിക്കണമായിരുന്നു. അവൾക്കൊരു കുട്ടിയുള്ളതല്ലേ. ആ പെണ്ണിൻ്റെ ജീവിതം ഇപ്പം എന്തായി തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. നവ്യ, ഇതിനുള്ള മറുപടി ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല നവ്യ. ഞാൻ ചിലവർക്കൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നയനമോളുടെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് നിന്നോട് സത്യങ്ങളൊന്നും ഞങ്ങൾ തുറന്നു പറയാത്തത്. പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അനന്തപുരിയിൽ നിനക്ക് നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ ഈ നവ്യയുടെ മുഖത്ത് നോക്കി തന്നെ മുത്തശ്ശി പറയാണ്. അപ്പോൾ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നവ്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? എന്നാലിട്ട് നവ്യയോട് സത്യങ്ങൾ തുറന്ന് പറയുന്നുമില്ല. അപ്പോൾ നവ്യക്ക് ഡൗട്ട് ഇങ്ങനെ കൂടി വരികയാണ്. പിന്നെ മുത്തശ്ശിയുടെ കൂടുതൽ നിൽക്കാനായിട്ട് തയ്യാറായില്ല. കാരണം ഇനിയും നവ്യയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും പറയേണ്ടി വരുമെന്ന് മുത്തശ്ശിക്കറിയാം. അങ്ങനെ മുത്തശ്ശി നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. എന്നാലും ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത്? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആരോടും മോശമായിട്ട് പെരുമാറാത്ത ഇദ്ദേഹം എന്തിനാണ്? ഇപ്പം കണ്ടില്ലേ എത്ര സങ്കടത്തോടുകൂടെ മനസ്സുരുകിയല്ലേ നയനമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് പോലും ഒരു വാക്ക് പറഞ്ഞു, മോളെ നീ പോകണ്ട, നീ ഇവിടെ നിന്നോളാണ്ടൊരു വാക്ക് പറഞ്ഞു ഇദ്ദേഹം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ്റെയും കണ്ണുകൾ നിറയുകയാണ്. ഇദ്ദേഹം കരയാണോ? ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണോ അദ്ദേഹം നയനമോൾ പോയപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത്? അപ്പോൾ ഇത് കേട്ട മുത്തശ്ശൻ്റെ മനസ്സിലിരിപ്പ് പുറത്ത് വരികയാണ്. അത് പിന്നെ വസുന്ധരേ, എനിക്ക് ഒറ്റൊരു കാര്യം പറയാനേ ഉള്ളൂ. അവർ പോണം. കാരണം ആദർശ് അവിടെ തന്നെയാണ്. അപ്പോൾ ആദർശിൻ്റെ ബലം എന്ന് പറയുന്നത് നയനമോൾ തന്നെയാണ്. നയനമോൾ കൂടെ ഉണ്ടെങ്കിലേ ആദർശിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്കറിയാം, നമ്മളെല്ലാവരും തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് നല്ല നിലയിലെത്തും. അവൻ്റെ പിന്നിൽ കുത്തിയത് ആരാണോ അവരെ അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷേ അവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു കാര്യത്തിൽ സീരിയസ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ കൂടുതൽ അവഗണിക്കാനുള്ള കാരണം. അപ്പോൾ മുത്തശ്ശൻ്റെ വായിൽ നിന്നും ഇങ്ങനൊരു സത്യം കിട്ടുന്നപ്പോഴേക്കും മുത്തശ്ശൻ ഞെട്ടിപ്പോയി. നിങ്ങൾ പറയുന്ന മുഴുവൻ സത്യം തന്നെയാണോ എന്ന് ചോദിക്കണം. അതേ, സത്യം തന്നെയാണ്. എനിക്ക് ആദർശിനോട് ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അവനെ എല്ലാ പരിഗണനയും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ നയനയും കൂടി വന്ന സ്ഥിതിക്ക് അവന് ശരിക്കൊരു ധൈര്യം കിട്ടും. അവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇനി അവൻ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ ഞാൻ അവനെ അവഗണിച്ചു കൊണ്ട് തന്നെ ഇരിക്കും സുമംഗലെ, വസുന്ധരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് അപ്പോഴാണ് സമാധാനമായത്. കാരണം ആദർശ് മോന് ഒരിക്കലും വെറുത്തിട്ടില്ലെന്ന് ഇപ്പോൾ മുത്തശ്ശിക്ക് ശരിക്കും മനസ്സിലാകുക തന്നെ ചെയ്തു. അങ്ങനെ നമ്മുടെ ആദർശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വരുന്നു
തൻ്റെ അമ്മയും ഭാര്യയും ഇവരെ കണ്ട് അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആദർശ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. കാരണം നയനയില്ലാത്തത് കൊണ്ടുള്ള ആ ഒരു വിഷമമൊക്കെ നമ്മുടെ ആദർശിൻ്റെ മനസ്സിൽ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമമാണ് ഇവിടെ തീർത്തുകൊണ്ട് നയന കയറി വന്നിരിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.